ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ കൈവശമുള്ള ഭൂമിയുടെ നികുതി അഥവാ ലാൻഡ് ടാക്സ് അടക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസുകളിൽ കയറി ഇറങ്ങി നടന്ന് സമയം കളയുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കൈവശമുള്ള മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വെറും 5 മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഭൂനികുതി അടക്കാനായിട്ട് സാധിക്കും. കേരള സർക്കാരിൻ്റെ റവന്യൂ പോർട്ടൽ വഴി എങ്ങനെയാണ് ലാൻഡ് ടാക്സ് ഓൺലൈനായി അടക്കുക, അടച്ചതിന് ശേഷമുള്ള റെസിപ്റ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് ലാൻഡ് ടാക്സ് അടക്കുന്നതെങ്കിൽ പോലും ആർക്കും വളരെ എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഈ ഒരു സൈറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ എൻ്റർ ചെയ്യുന്നതോടുകൂടെ നിങ്ങൾ ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. ഇവിടെ മുകൾ ഭാഗത്ത് സിറ്റിസൺ രജിസ്ട്രേഷൻ, സിറ്റിസൺ ലോഗിൻ, ഒഫീഷ്യൽ ലോഗിൻ എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കാണാം. നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സിറ്റിസൺ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ട് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം സിറ്റിസൺ ലോഗിൻ എന്നുള്ള ഓപ്ഷനിൽ പോവുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ സിറ്റിസൺ ലോഗിൻ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ നോർമൽ യൂസർ എന്നുള്ളത് ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന കോളത്തിൽ യൂസർ നെയിം ഓർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പർ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന ഭാഗത്ത് പാസ്വേഡ് എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് താഴെയായിട്ട് ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. അതിന് വലതുവശത്തായിട്ട് ഇമേജ് ടെക്സ്റ്റ് എന്നുള്ള ആ ഒരു കോളത്തിൽ ആ ഒരു കോഡ് നിങ്ങൾ അതുപോലെ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. ശേഷം താഴെയുള്ള സൈൻ ഇൻ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ ഒരു വാർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ട്, ഇൻവാലിഡ് യൂസർ ഐ ഡി ഓർ പാസ്വേഡ് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത് ഭാഗം കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ താഴെയുള്ള ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ യൂസർ നെയിം ഓർ മൊബൈൽ നമ്പർ എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നമ്മുടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. അതിന് താഴെ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്, അതിന് താഴെയുള്ള ആ ഒരു കോളത്തിൽ അതുപോലെ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം താഴെയുള്ള ഗെറ്റ് OTP എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ എൻ്റർ OTP എന്നുള്ള ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു OTP നമ്മളൊന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം താഴെയുള്ള വെരിഫൈ എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ വന്നിട്ടുണ്ട്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പാസ്വേഡ് റീസെറ്റ് ചെയ്യുക. ഈ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടല്ലാതെ നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മാൾ ലെറ്റേഴ്സും ഉണ്ടായിരിക്കണം, നമ്പേഴ്സ് ഉണ്ടായിരിക്കണം. നമ്പേഴ്സ് എൻ്റർ ചെയ്യുന്ന സമയത്ത് തുടർച്ചയായ നമ്പറുകൾ ഉപയോഗിക്കാൻ പാടില്ല. എക്സാമ്പിളായിട്ട് 3, 4 അല്ലെങ്കിൽ 1, 2 തുടങ്ങിയ അടുത്തടുത്ത നമ്പറുകൾ ഉപയോഗിക്കാൻ പാടില്ല. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം, മിനിമം 8 ക്യാരക്ടർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ലാസ്റ്റ് 5 തവണ ഉപയോഗിച്ച പാസ്വേഡുകൾ ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു എക്സാമ്പിൾ പാസ്വേഡ് ഇവിടെ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിലുള്ള പാസ്വേഡ് നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്ത് നൽകുക. അതിനുശേഷം കൺഫേം പാസ്വേഡ് എന്നുള്ള ഭാഗത്തും ആ ഒരു പാസ്വേഡ് ഒരിക്കൽ കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം താഴെയുള്ള ആ ഒരു കോഡ് അതിന് താഴെയുള്ള കോളത്തിൽ കറക്റ്റായിട്ട് അതുപോലെ തന്നെ ഒന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പാസ്വേഡ് നമ്മൾ സക്സസ്ഫുള്ളി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെയുള്ള സൈൻ ഇൻ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് വീണ്ടും നമുക്ക് ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആ ഡീറ്റെയിൽസ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം താഴെയുള്ള സൈൻ ഇൻ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP ലഭിച്ചിട്ടുണ്ടായിരിക്കും. എൻ്റർ OTP എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു OTP കോഡ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം താഴെയുള്ള സൈൻ ഇൻ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ആ ഒരു മെയിൻ ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഭാഗത്ത് നമ്മൾ മുൻപ് ആഡ് ചെയ്ത ലാൻഡുകളുടെ ടാക്സ് ഡ്യൂ ആയിട്ടുള്ളത് അവിടെ ഡ്യൂ എന്നുള്ളതിൽ കാണിക്കുന്നതായിരിക്കും. അത്തരം പേയ്മെൻറ്റുകൾ നമുക്ക് അവിടെ നിന്നും ഡയറക്റ്റ് ആയിട്ട് പേ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ കൊടുത്തുള്ള പേയ്മെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് ഓപ്ഷൻസ് ഇതുപോലെ ഓപ്പണായി വരുന്നതായിരിക്കും. അതിൽ നിന്ന് ഒന്നാമത്തേത് ലാൻഡ് ടാക്സ് എന്നുള്ളത് കാണാം. അപ്പോൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. ശേഷം നമുക്ക് ഇതുപോലെ ഒരു പോപ്പപ്പ് വിൻഡോ വന്നിട്ടുണ്ടായിരിക്കും. അവിടെ കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ശേഷം മുന്നോട്ട് പോകുന്നതിന് ഐ കൺഫേം എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. ഈ ഒരു ഭാഗത്ത് നമ്മൾ നമ്മുടെ ലാൻഡിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നൽകേണ്ടതുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ ഡിസ്ട്രിക്ട് എന്നുള്ളതാണ്. അവിടെ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡിസ്ട്രിക്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക.
തുടർന്ന് താലൂക്ക് അത് ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വില്ലേജ് എന്നുള്ള കോളത്തിൽ നമ്മുടെ വില്ലേജും ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്നുള്ള കോളത്തിൽ സെലക്ട് ബ്ലോക്ക് എന്നുള്ളതാണ്, അതും ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അത് അറിയില്ല എങ്കിൽ മുൻപ് അടച്ച ഏതെങ്കിലും റെസിപ്റ്റിൽ ഉണ്ടായിരിക്കും, അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്നത് തണ്ടപ്പേര് ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. അവിടെ തണ്ടപ്പേർ നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ തണ്ടപ്പേർ നമ്പർ മുൻപത്തെ റെസിപ്റ്റുകളിൽ നോക്കിയാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് വരുന്ന ഭാഗത്ത് ലാൻഡ് ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നമ്മുടെ സർവേ നമ്പറാണ് എൻ്റർ ചെയ്ത് നൽകേണ്ടത്. അതും അറിയാത്തൊരു മുൻപത്തെ ലിസ്റ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ആധാരത്തിൻ്റെ കോപ്പിയിലോ ഒക്കെ നോക്കിയിട്ട് ആ ഒരു ഡീറ്റെയിൽസ് നമ്മളൊന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം താഴെയുള്ള വ്യൂ ആൻഡ് ആഡ് എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ വരുന്നതായിരിക്കും. ആ ഒരു ഭാഗത്ത് നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അത് നോക്കി നമ്മുടെ തന്നെയാണെന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം താഴെയുള്ള ആഡ് ഫോർ പേയ്മെൻറ്റ്സ് എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ഒരു പേജിലോട്ട് വന്നതിന് ശേഷം ഇതൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്തെടുക്കുക. ഇവിടെ താഴെയായിട്ട് അപ്ലിക്കൻ്റ് നെയിം എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. ഈ ഒരു ഭാഗത്ത് ചോദിക്കുന്നത് അപേക്ഷകൻ്റെ പേര് നമ്മൾ രജിസ്റ്റർ ചെയ്ത യൂസറുടെ നെയിം തന്നെയാണോ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ എസ് എന്നുള്ളത് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് താഴെയുള്ള കോളത്തിൽ നെയിം എന്നുള്ള ഭാഗത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത ആ ഒരു നെയിമും മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് ആ ഒരു മൊബൈൽ നമ്പർ വന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷം താഴെയുള്ള പേ ടാക്സ് എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ പേയ്മെൻറ്റ് ചെയ്യുന്നതിനുള്ളതാണ്. ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ നെറ്റ് ബാങ്കിങ് എന്നുള്ളതാണ്. അവിടെ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ബാങ്കുകൾ മുഖേന ഇൻ്റർനെറ്റ് ബാങ്കിങ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ്. അല്ലാത്തവർക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്നുള്ള ഓപ്ഷൻ മുഖേന പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ നമുക്ക് QR കോഡ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI പേയ്മെൻറ്റ്സ്, നെറ്റ് ബാങ്കിങ് തുടങ്ങിയവയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്നുള്ള ഓപ്ഷൻ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള പ്രൊസീഡ് ടു പേ എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഇതുപോലെ ഒരു വിൻഡോ വരുന്നതായിരിക്കും. ഓക്കെ എന്നുള്ളതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് നമുക്ക് ഇതുപോലെ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള പേയ്മെൻറ്റ് ഗേറ്റ് വേ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഏത് ഓപ്ഷനാണ് വേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI, നെറ്റ് ബാങ്കിങ് തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്നും ഏത് ഓപ്ഷനാണ് വേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ UPI മുഖേനയാണ് പേയ്മെൻറ്റ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ UPI എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ ഷോ QR എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു QR കോഡ് ഇതുപോലെ ഓപ്പണായി വരുന്നതായിരിക്കും. പിന്നീട് ഈ ഒരു QR കോഡ് നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു UPI ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് സ്കാൻ ചെയ്തുകൊണ്ട് നമ്മൾ സാധാരണ പേയ്മെൻറ്റ് ചെയ്യുന്ന ആ രൂപത്തിൽ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കടകളിലൊക്കെ പോയിട്ട് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് നടത്താറുണ്ട്, നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ പോലത്തെ UPI ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു QR കോഡ് നമ്മൾ സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആകുന്നതോടുകൂടെ ഇതുപോലെ നമുക്ക് ആ ഒരു റെസിപ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ശേഷം നമുക്കിവിടെയുള്ള ഡൗൺലോഡ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു റെസിപ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഒരു പ്രിൻ്ററിൻ്റെ സിമ്പിളിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് പിന്നീട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെയുള്ള ട്രാൻസാക്ഷൻ എന്നുള്ള ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. അപ്പോൾ ഇതുപോലെ നമുക്ക് വലതുവശത്തായിട്ട് നമ്മൾ ചെയ്ത പേയ്മെൻറ്റ്സുകൾ കംപ്ലീറ്റ് നമുക്ക് ഇവിടുന്ന് കാണാവുന്നതാണ്. ഈ ഒരു അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത പേയ്മെൻറ്റുകൾ കംപ്ലീറ്റ് നമുക്ക് അവിടുന്ന് കാണാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏത് റെസിപ്റ്റാണോ ആവശ്യമുള്ളത് അതിന് വലതുവശത്തെ കോളത്തിലുള്ള റെസിപ്റ്റ് എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ നമ്മുടെ ആ ഒരു ലാൻഡ് ടാക്സ് റെസിപ്റ്റ് ഓപ്പണായി വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലാൻഡ് ടാക്സ് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.